അതിഥി തൊഴിലാളികൾക്ക് മാതൃഭാഷയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്താൻ സൗകര്യം നൽകി മഹല്ല് കമ്മിറ്റി. മലപ്പുറം എടവണ്ണ ലജ്നത്തുൽ ഇസ്ലാഹ് മഹല്ല് കമ്മിറ്റിയാണ് ഹിന്ദിയിൽ പ്രസംഗവും പ്രാർത്ഥനയും നിർവഹിക്കാൻ സൗകര്യമൊരുക്കി ജുമാ മസ്ജിദ് തുറന്നുകൊടുത്തത്. എടവണ്ണയിൽ നേരത്തെ ഉണ്ടായിരുന്ന നിസ്കാര പള്ളിയാണ് നവീകരിച്ച് ജുമാ മസ്ജിദാക്കി മാറ്റിയത്. തൊഴിലിനായി പ്രദേശത്തെത്തിയ ഇതര സംസ്ഥാനക്കാർക്ക് അവരുടെ ഭാഷയിൽ വെള്ളിയാഴ്ച പ്രസംഗം നടത്താനും പ്രാർത്ഥന നടത്താനും സൗകര്യമൊരുക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് മഹല്ല് കമ്മിറ്റി ജുമാ മസ്ജിദ് തുറന്നു നൽകിയത്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച നൂറുകണക്കിന് തൊഴിലാളികളാണ് പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയത്. ഏകദേശം 100ഓളം വീടുകൾ ഞങ്ങൾ എല്ലാവരും അറിയിച്ചിരുന്നു. ഷെഡുകളും പന്നി ഷെഡുകളും അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും എല്ലാവരും പള്ളി നിറയെ ആൾക്കാർ ഇവിടെ പങ്കെടുത്തു. तो माशाअल्लाह अभी आज जुमा का दिन था तो सब लोग बहुत दूर से आदमी लोग आए, मंबाड़ से आदमी आए, वो कुंडोर से आदमी आए, वो अनसला से आए, कलिडुम्ब से आए. और मैं हिंदी वाले को भी बोलते हैं कि जो लोग नहीं आए हैं वो आने वाले को भी जुमा को आइए. സമീപത്തെ പള്ളികളിലെ ഇതര സംസ്ഥാനക്കാരായ ഇമാമുമാരുടെ സഹായത്തോടെയാണ് അവരുടെ താമസ സ്ഥലങ്ങളിലെത്തി പള്ളിയിലേക്ക് എത്താൻ ക്ഷണിച്ചത്. എടവണ്ണ ജാമിയ നദിവയിലെ ഖുർആൻ അധ്യാപകൻ റംസാനാണ് ഖുതുബയ്ക്ക് നേതൃത്വം നൽകിയത്. रमजान महीना सामने है और इसके मुताबिक थोड़ी सी बात मुझे करनी है. इतनी बात तो नहीं कर सकते, खुसूसी तौर पे चंद बातें मैं आपके सामने अर्ज करूंगा. और खुसूसन जो लोग काम करते हैं यहाँ पे उन लोगों के लिए इंतजाम किया गया है. तो आप लोग पाबंदी के साथ यहाँ पे आएँ और नमाज अदा करें. और इन लोगों के लिए खुसूसी तौर पे एडवन्ना कमेटी के लिए ये जो हजरात इसमें शामिल हुए हैं, पैसा खर्च के सब कुछ किए हैं. വർഷങ്ങളായുള്ള തങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് മറുനാട്ടിൽ നിന്നെത്തിയ ഈ വിശ്വാസികൾ.